യോമോന്റെ തലമുടി എല്ലാം പോയെന്ന്. ആ തലമുടി എല്ലാം പോയി. തലമുടിയും പോയി, തൊലിയും പോയി, എല്ലാം പോയി. വേറെ ഇച്ചിരി പരിപാടിയുണ്ട്. പരിപാടി ഉണ്ടെന്ന് നമ്മൾ വെക്കുവാണ് പരിപാടി. പരിപാടി നമ്മൾ വെക്കുക. അമ്മ എവിടെ പോവാ? അമ്മ എവിടെ പോവാ? എനിക്കറിയട്ടെ. ഇവര് കൊണ്ടുപോവാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഇവരെല്ലാവരും പോണുണ്ട്. അതുകൊണ്ട് ഞാനും പോവാ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോണെന്ന് പറഞ്ഞ് ധൃതിയാ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോകാനെന്ന് പറഞ്ഞ് ധൃതിയാ. എന്താ അമ്മ ഇങ്ങനെ? എന്റെ കാര്യം അയ്യോ പറയണമെന്ന് ഇഷ്ടപ്പെടിയാലേ. പിന്നെ ആവശ്യമില്ലാതെ വല്ലത്തും ഇരിക്കണേ കിടക്കുകയും ചെയ്യരുത്. അവന്റെ സമയം അത്യാവശ്യ കാര്യം കഴിഞ്ഞാൽ അവനൊരു സ്ഥലത്ത് പോകണം. എന്നാ വാ. ഇതെന്നാ ഇവനൊന്നും മിണ്ടാത്തത്? ഇതെന്താ മിണ്ടാത്തത്? അവന് ആവശ്യത്തിന് കണ്ടു. അയ്യോ അവര് പിണ്ടാനുള്ളവർ വന്നില്ലായിരിക്കും. എലിക്കുട്ടിക്ക് എല്ലാം അറിയാം. എല്ലാവരും ഒരുപോലെ മിണ്ടുന്നവരല്ല, പറയുന്നവരല്ല. അത്യാവശ്യ കാര്യത്തിന് മാത്രമേ ഉള്ളൂ. എന്നാലും മിണ്ടണ്ടേ? അത്യാവശ്യ കാര്യത്തിന് മിണ്ടിയില്ലെങ്കിൽ എന്നാന്ന് മനസ്സിലാവോ? അത്യാവശ്യം കാര്യം ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ളവര് മിണ്ടാ അങ്ങനെ ഇരിക്കുക അല്ലേ? പിന്നെ അല്ലെങ്കിൽ അവരോർക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എല്ലാവരും പറയുള്ളൂ, എല്ലാവരോടും പറയായിരിക്കും. പിന്നെ എപ്പോഴും ആയിട്ട് അലച്ചോണ്ടിരിക്കുന്നത് പറയും, എപ്പോഴും ചലച്ചോണ്ടിരിക്കുവാന്ന്. പിള്ളേര് പറയല്ല. പിള്ളേർക്ക് എന്താ വെച്ചാൽ പിള്ളേർ സ്വഭാവത്തിന്റെ ഇത് നോക്കി അവരോട് എടുത്തിയാട്ടവും അരിശവും ദേഷ്യവും ഒക്കെ ഉള്ളവരോട് അവരങ്ങനെ വരുമോ അതുപോലെ പെരുമാറുമോ? ഇന്ന് എന്നാ വിശേഷം അവനോട് ചോദിച്ചേ? അവനോട് ചോദിച്ചു ഇന്ന് എന്നാ വിശേഷം? വിശേഷം ഒന്നും ചോദിക്കണം. അവൻ ഈ മുഖം മാറ്റിക്കളഞ്ഞു അല്ലേ? അമ്മയ്ക്കറിയാം എല്ലാവരെയും. എന്നാലും എന്നാന്ന് ചോദിച്ചേ അമ്മ? ഒന്ന് ചോദിച്ചേ കുട്ടി എന്നാ വിശേഷം എന്ന് ചോദിച്ചേ. കൊച്ചിനൊന്നും വല്ല വിശേഷം ഉണ്ട്? ആണ്ട് സ്ഥലം വിട്ടെന്ന് ഇങ്ങനെ പോയാ എന്നാ ചെയ്യും അല്ലേ? വേണ്ടാത്തതൊക്കെ ചോദിച്ചിട്ടാ വിട്ടുപോയെന്ന്. എന്നാ വരാൻ പറ അവനോട്. അമ്മ വിളിച്ചാലേ വരുള്ളൂ. നീ എന്നാ ഇങ്ങോട്ടാ പോണേ? എന്നാ കാര്യത്തിനാ പോണേ? കുറുപ്പന്തറയ്ക്ക് പോവാ. പോവാൻ സമയം പോണം. നീ ഇങ്ങനെ എങ്ങനെയാ കുറുപ്പന്തറയ്ക്ക് പോണേ? ഇരുപാത്രം നിന്ന് സമയം കളയേ. അതേടാ മഴ വന്നു കഴിഞ്ഞാൽ നനയൂടാ. വാ ഒരു കട എടുത്തിട്ടുള്ളൂ. കുറുപ്പന്തറ എന്താ? കുറുപ്പന്തറ ഇന്നൊരു പരിപാടിയുണ്ട്. ഇറങ്ങാനൊക്കെ ഇച്ചിരി വിഷമാണെന്നാ തോന്നുന്നേ. വണ്ടി വണ്ടിയല്ലേ? വണ്ടി നേരത്തെ കയറിക്കൊണ്ടിരുന്ന അവിടെ സ്ഥലത്ത് ഇരുന്ന് ഇറങ്ങുക, പോവുക, കയറുക, ചെയ്യുക, അത്യാവശ്യ കാര്യങ്ങൾ നടന്ന് പോകണം. എന്നാ ബാമ്പ് പോയാ കഴിഞ്ഞ അധികം നേരം നിക്കണ്ട. സമയം അവിടെ ഇവിടെ നിന്ന് സമയം കളയാം. ബാ പോകാം. അങ്ങ് നോക്കിക്കേ. ഇവിടെ 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 നോക്കി. ഇവിടെ അവര് തന്നെയാ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരമായിട്ട് നമ്മൾ പറയാതെ എല്ലാം ചെയ്തു. നമ്മക്കാ ചെല്ലുന്നത്. അങ്ങ് നോക്കിക്കേ. നോക്കി നിന്നാ മതി, അങ്ങോട്ട് പോകണ്ട. എവിടെ ഇവിടെ നോക്ക്. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വിവാന്റെ 18 വയസ്സ് പൂർത്തിയാകുകയാണ്. 17 വയസ്സ് പൂർത്തിയായി. 18-ലായി. ഇപ്പൊ വിവാൻ ഇനിയിപ്പം വോട്ടവകാശമുള്ള ഒരാളായി മാറുകയാണ്. ഇപ്പം വോട്ടറിൽ പൂരിപ്പിക്കുന്നല്ലോ, കൊടുക്കുന്നല്ലോ. അപ്പം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഒരാളായി മാറിയിരിക്കുകയാണ്. അപ്പം ഇന്ന് വിവാന്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മള് വിവാന് കേക്കൊന്നും മുറിക്കണ്ട. ബർത്ത്ഡേക്ക് കേക്കൊന്നും മുറിക്കണ്ട. അപ്പോൾ ഇന്ന് വിവാന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് വിവാനെ കേക്ക് മുറിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. വിവാന് കേക്ക് മുറിയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവനെയും കൂട്ടിക്കൊണ്ടിരുന്ന് അമ്മേനെയും കൂട്ടി പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോകണം. ഉച്ചക്കത്തെ ഭക്ഷണം പുറത്ത് നിന്നാക്കുവാണ്. ഞങ്ങൾ പോകുന്നത് ഞാനും വിവാനും കൂടെ കൂടി വർക്ക് ചെയ്തൊരു ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെ വെക്കേഷൻ സമയമായിരുന്നപ്പോൾ വിവാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോട്ടൽ നമ്മൾ കയറിയിട്ടുമില്ല. അവിടെ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ നിങ്ങളിന്ന് കാണിക്കാം. പിന്നെ വിവാൻ ഇനിയിപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കണം. അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. 12 വയസ്സ് പൂർത്തിയായില്ലേ, ഇനി ഒത്തിരി ഘട്ടങ്ങൾ കിടക്കുവാണ്. അപ്പോൾ വിവാൻ്റെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എൻ്റെ പെർഫോമൻസ്, അമ്മയോടുള്ളതൊക്കെ എങ്ങനെയാണെന്നുള്ളത്, ഇവിടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പം അവന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. അവൻ നല്ല രീതിയിൽ വരാനായിട്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട്
എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തേക്ക് പോവുകയാണ്. പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. ഇത് പറഞ്ഞിട്ട് അവർക്ക് വരെ തിരിയണുണ്ടോ? അത് അവരോട് ചോദിക്കാം, നമുക്ക് ചോദിക്കാം കേട്ടോ. അവര് മറുപടി പറയും തിരുന്നുണ്ടോ ഇല്ലയോ കേട്ടോ. അവര് പറയും, ഇത് കാണുമ്പോ പറയും കേട്ടോ. ഇവാനൊന്നും പറയില്ലടാ. ബർത്ത്ഡേ വിഷസ് നേരുന്ന എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് താങ്ക്സ് പറ അല്ലേ. മിണ്ടായിരിക്കും, അവന് ചെറിയ പിണക്കാൻ തോന്നും. അതെ, അപ്പനോട് പിണക്കാം. ഇന്നലെ ഒരു ചെറിയ കൊറിയറുകാരൻ വരുന്നത് സംബന്ധിച്ച് പറഞ്ഞൊരു അത് പിണക്കേണ്ട കാര്യമൊന്നുള്ള കാര്യമൊന്നും അല്ല. ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളല്ലേ. വീട്ടിലപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമല്ലോ. അത് പുള്ളി പിണങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും ചെറിയ കാര്യം കേട്ടാൽ അന്നേരം പുള്ളി പിണങ്ങിയിരിക്കും. അതാണ് പുള്ളിയുടെ ഒരു കുഴപ്പം. പുള്ളിനെ പറ്റി നല്ലതും പറയുന്നത് ഇഷ്ടമില്ല, ചീത്തയും പറയുന്നത് ഇഷ്ടമില്ല. എന്നാ ചെയ്യും പിന്നെ? നിങ്ങൾ തന്നെ പറ. എനിക്ക് വാ തുറക്കാൻ എന്നോട് പേടിയായിപ്പോ. അപ്പോൾ ഈ വീഡിയോ അമ്മയുടെ വീഡിയോ കഴിഞ്ഞേ വരുള്ളൂ. ഈ ജൂൺ 18 അതിൻ്റെ ബർത്ത്ഡേ. അമ്മയുടെ വീഡിയോ കഴിഞ്ഞായിരിക്കും ഇത് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ലേറ്റ് ആയിട്ടാന്ന് ആരും പറയരുത്. രാവിലെ നല്ല മഴയായിരുന്നു, വെള്ളമെല്ലാം വഴി വഴി ഒഴുകുന്നുണ്ട്. ഇതാണ് ബാംബു റെസ്റ്റോറൻറ്റിലാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തത്. ഇതാണ് നമ്മുടെ ബാംബു റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഈ ഗ്ലാസ്സിലെ വർക്കുകളും താഴത്തെ ഈ ഡിസൈൻ വർക്കെല്ലാം നമ്മൾ ചെയ്തതാണ് കേട്ടോ. മുകളിലെ ഈ ഡിസൈൻ വർക്കല്ല, സുജിയുടെ മൊത്തം ഡിസൈൻ വർക്ക് നമ്മൾ അവിടെ കയറാം. അതിനകത്ത് കയറാം. ഇങ്ങോട്ട് പോകാം. അവിടെ ഇത് പ്രൈവറ്റ് റൂമിൽ ഇതിൻ്റെ ഈ വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താണ്. ഈ സ്റ്റിക്കർ വർക്കുകളൊക്കെ നമ്മൾ അന്ന് 2 കൊല്ലം മുമ്പ് ചെയ്ത് കൊടുത്താണ്. ഈ താഴത്തെ വർക്കൊക്കെ ഇത് തിരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അതിൻ്റെ കിച്ചണൊക്കെ ഉണ്ട്. ഓപ്പൺ കിച്ചണാണ് ഇവിടുത്തെ. എല്ലാം നിങ്ങൾക്ക് കാണാം. മലയാളി ഇവിടെ ഉണ്ടോ? ഇല്ലേ? ലൈവില്ല. എല്ലാം നിങ്ങൾക്ക് കാണാം. ഇവിടെ വന്നാൽ ഉണ്ടാക്കുന്നതെല്ലാം കാണാം അല്ലേ? ലൈവ് കിച്ചൺ. അമ്മ അകത്ത് കയറിയിരിപ്പുണ്ട്. വിളിച്ചിട്ടില്ലേ? മലയാളില്ലേ? ഇല്ലേ? ഇല്ല, അവിടെ 3 പേർക്ക് ഇരിക്കത്തില്ലേ? എവിടെ ഇരുന്നോ? ഉച്ചക്ക് മാറിയിരുന്നോ? വേറെന്നൊക്കെ ഉള്ളു? എന്നൊക്കെ ഉള്ള ചോറില്ല, പൊറോട്ട, ചപ്പാത്തി, നീറോസ് മസാല സാർ. ഏതാ? ബിരിയാണിയാ? ഫ്രൈഡ് റൈസ്, ബിരിയാണി, എല്ലാം ബിരിയാണി. ഇവിടെ തിരക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം സമയം 12:30 അല്ലേ ആയുള്ളൂ. ഇച്ചിരി കഴിയുമ്പോൾ നല്ല തിരക്കാവും. ഇപ്പം സാധനം എല്ലാം നിങ്ങൾക്ക് നേരിട്ട് എടുക്കുന്ന കാണാം. ഇവിടെ ഡയറക്റ്റാണ് എടുക്കുന്നത്. ഇവിടെ തന്നെയാണ് എല്ലാം. കിച്ചണെല്ലാം ലൈവാണ്. ഉച്ചയ്ക്കുള്ള ഊണിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വരും. ഇത് തിരിച്ചിട്ടുണ്ടേ? മതിയോ? പിന്നെ നിങ്ങളുടെ എടുക്കുന്നുണ്ട്. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇവിടെ കാണുമല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളിയോട് പറയാമെന്ന്. ഇതിന് വർക്കെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തല്ലേ? ഇതൊക്കെ നമ്മളന്ന് ചെയ്ത് കൊടുത്താ. ഇവിടെ ഇപ്പൊ തിരക്കായി വരുന്നവിടെ അല്ലേ? ഇനിയിപ്പോ ഒരു 12 ആയുള്ളൂ. ഇപ്പം എല്ലാം റെഡിയാണ്. ഇവിടെ പാഴ്സൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ സംഗതിയും ഉണ്ട്. ഇതിപ്പോ ഏതിന്റെ? ഇത് ഓമലുക്കാരെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഓമലുക്കാരൻ ചാനൽ. യൂട്യൂബ് അമ്മയുടെ ചാനലാണ്. അമ്മ ഇരിക്കുന്ന അമ്മയുടെയാണ് മെയിൻ. ഇവിടെ
ഹോട്ടലാണ് കേട്ടോ. ഇവിടെ വൈകിട്ട് 10-12 മണി വരെ നല്ല തിരക്കുള്ള ഹോട്ടലാണ്. ഇപ്പം ഞങ്ങൾ ഈ 12 സമയമായിട്ടാണ്, 3 സമയമായി വരുന്നല്ലോ. നമ്മൾക്ക് ടെസ്റ്റ് കൂടെ എടുക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് പോകാമെന്ന് വെച്ചു. ബിരിയാണി ഉണ്ട്, പുട്ടും ബീഫുണ്ട്, പിടിയും കുഴിക്കാം. ബിരിയാണി ഇപ്പോൾ കാണിയാലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി വരുമ്പം ഇവിടെ കയറാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സാധനം നമ്മുടെ സ്വന്തമാണ്. അവിടെ ചപ്പാത്തി ചീക്ക് ഉണ്ടാക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഇതിൻ്റെ പരിപാടി ഇറങ്ങിയിട്ടുണ്ട്, ചിപ്സിൻ്റെ ഒക്കെ പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ല, ഓണർ നമ്മുടെ സുഹൃത്താണ്. ഉണ്ടാക്കിയാണേ ഓടാം. അവിടെ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടാക്കിയ അവരൊക്കെ അറിയോ? തൊപ്പിയൊക്കെ വെച്ചിരിക്കണല്ലേ? നിങ്ങളെ അറിയോ? അങ്ങോട്ട് ചോദിക്കുമോ? ഞങ്ങളെ അറിയോ? അറിയാല അല്ലേ? എങ്ങനെ അറിയാം? ആദ്യമായിട്ട് കാണണമായിരുന്നു. അങ്ങനെ ഒരു വർഷം 1-2 പ്രാവശ്യം കാണുകയും പറയുകയും ചെയ്യാതെ ഒന്നും അറിയാൻ പറ്റിയല്ല, ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയല്ല. കണ്ടില്ലായിരുന്നല്ലേ? ഇവിടെ ഓമലൂര് ജംഗ്ഷനില്ലേ? അവിടെ അടുത്തല്ലേ? അത് ജംഗ്ഷൻ തന്നെ. ഇവിടെ കുരിശുപള്ളി ഉണ്ടല്ലേ? ചേട്ടൻ്റെ വീട് എവിടെയാ? മധുരവള്ളിയാ? അമ്പലത്തിലാ? അവിടെയാണോ? അമ്പലത്തിനടുത്താണ്. മറ്റേ നമ്മുടെ മെട്ടുമാറിക്കാണോ വഴിയില്ല? അമ്പലത്തിന് സൈഡിലേക്കുള്ള വഴി. ഉണ്ട്. അപ്പം ഞങ്ങളുടെ ചെറുക്കൻ്റെ ബർത്ത്ഡേ ആണത്. വിവാഹക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അല്ല ചേട്ടൻ വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് വിവാന് ഇഷ്ടമുള്ള സാധനം ബിരിയാണിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബിരിയാണി തന്നെ ആക്കിയത്. ബാക്കി ഇവിടെ ഒത്തിരി ഐറ്റംസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വിവാന് ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് അവനല്ലേ നമ്മൾ മുൻഗണന കൊടുക്കണ്ടായി. ഇന്നത്തെ ദിവസം അവൻ്റെ ആഘോഷമല്ലേ, അതുകൊണ്ട് ബിരിയാണി തന്നെ ആക്കി. 3 ബിരിയാണി മേടിച്ചു. കാരണം അമ്മ ഒരെണ്ണം മേടിച്ചാൽ കഴിക്കില്ല, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാം. ശകലം കഴിച്ചോ? കഴിച്ചിട്ട് നല്ലതാണോന്ന് പറഞ്ഞേ? കഴിച്ചു നോക്കി. അത് അടുക്കള. അതാണ് അടുക്കള. നമുക്കെല്ലാം ഉണ്ടാക്കണം. കാണാം ഇവിടെ നിന്ന്. അതാണ് അടുക്കള. അപ്പോൾ ഞാനിവിടെ പതുക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു തുടങ്ങി. ഉണ്ടോ? നല്ലതാണോ? വിവീനെ മിസ്സിങ് കേട്ടോ ഇതിനകത്ത്. വിവീനെ അവിടെ വേളം ഉണ്ടാക്കും. വിവീനൊക്കെ ഇതിനകത്ത് മിസ്സിങ് ആണ്. അതെ. പിന്നെ അവിടെ വരുമ്പോൾ പിന്നെ അടുത്ത മാസമല്ലേ വരുള്ളൂ. പിന്നെ അത്രയും ഒത്തിരി താമസിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആക്കിയത്, ഇന്ന് തന്നെ ആക്കിയത്. നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ 2 ദിവസം താമസം വരുന്നേ ഉള്ളൂ. വർക്കൊക്കെ അവർ പറയും. ചോറ് പോയതൊന്നും പെരക്കണ്ടെന്ന് വേഗം കഴിച്ചോളാനാ പറഞ്ഞത്. അമ്മ വീട്ടിൽ കാണിക്കുന്ന പരിപാടി അതൊക്കെ. മക്കൾ കഴിക്കാൻ പറ്റുന്ന, നമ്മളെ പോലെ കഴിക്കാൻ പറ്റുന്ന അല്ലോ. ഇപ്പോൾ തിരക്കാവും. നമ്മളിച്ചിരി തിരക്ക് കുറവ് നോക്കി പോകാം.
നല്ല ബിരിയാണിയാണ് അല്ലേ? നല്ല ബിരിയാണി അല്ലേ? പുറത്തുടക്കാരൻ തന്നെ മടുപ്പ്. പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കഴിക്കും. പോയിട്ടില്ല. എത്ര പണം കണ്ട കാര്യമില്ല. ലൈം വേണം. ഞാൻ ചായ കോഫിയൊന്നും വേണ്ട. നിനക്ക് എന്തെങ്കിലും വേണോടാ? ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം ഇല്ലേ കപ്പിനകത്തെ? ഇപ്പം വേണ്ട, ഇപ്പം എടുക്കടച്ച് കഴിഞ്ഞിട്ട് മതി. അമ്മയ്ക്ക് ഉറങ്ങാൻ കൊടുക്കണം. ചെറിയ അമ്മ അത് തിരക്കുന്നുണ്ട്. അവിടെ കിടന്നിട്ട് ഒരുപാട് തുറന്നോളും. അത് അമ്മ കഴിച്ചിപ്പോ ഗ്രേവി വേണോ? ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, അമ്മമാരൊന്നുമില്ല. മരിച്ചു പോയിട്ടല്ല, ഇവിടെ ഇല്ല, അവരെ എടുക്കുന്നില്ല. ഇത് കടയല്ലേ? ഹോട്ടലല്ലേ? ഇത് ഹോട്ടലാ? ആ താമസിക്കേണ്ടത് ഇങ്ങനെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? തിരക്കണ്ട, അവിടെ ഇടും. അവസാനം പറഞ്ഞാൽ മതി. ഇപ്പം എടുത്ത് വെച്ചാൽ സോഡ ലൈം. പെണ്ണുങ്ങൾ ആരും ഇല്ല. നിങ്ങൾ കഴിക്കാൻ പറ്റാരോ? എല്ലാവരും ആണുങ്ങളാ. പെണ്ണുങ്ങൾ ആരും ഇല്ല. അവയെ കഴിച്ചു നല്ല വിശക്കും. ഇവിടെ ചാറ് ഒഴിക്കട്ടെ. ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ മുറിച്ചു. വീട്ടിൽ വെച്ചു. അതെ, അടുത്ത് പോയില്ലേ വീട്ടിൽ? ഞാൻ അവിടെ ഇതിനൊക്കെ പണിപ്പിടിച്ച് കഴിച്ചിട്ട് പോയാൽ ഓട്ട വെച്ചു. അത് ഓട്ട ചാടി ചാടി പോയി അങ്ങനെ കട്ടിയാണ്. തണുപ്പ് കൂടുതലുണ്ടോ? താഴെ പോയോ? അത് ഫ്രീസറിനകത്തിരുന്നല്ലേ? ഇച്ചിരി കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇത്തിരി കൈ കൊടുക്കാം. കൈ വെച്ചോ. ഇനി അടച്ച ഭയങ്കര കട്ടിയാ. അതവര് ചെയ്തോളൂ. അമ്മ അതൊന്നും ക്ലീൻ ചെയ്യണ്ട. ഏറ്റവും കൈ കഴുകണ്ടേ? ഇവിടെ കിടക്കാൻ പോകണം. ഇവിടെ കിടക്കാനുള്ള സ്ഥലമല്ലേ, ഇത് ഹോട്ടലാ. കൈ കഴുകും. നമുക്ക് പോട്ടെ. കഴിയിട്ട് വാ. അപ്പോൾ ഇതവിടെ കഴിക്കണം. ബില്ല് വിള ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. നല്ല ബിരിയാണിയായിരുന്നു. ടിഷ്യൂ കണ്ടിരിക്കുന്നു. ഞങ്ങളത് കഴിച്ച് പോവുകയാണ്. ബൈ ബൈ. ഇവിടെ ആളൊക്കെ തിരക്കായി വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ വണ്ടിയൊക്കെ വന്ന് തുടങ്ങി. ഇനി ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ വൈകിട്ട് 12 മണിയിലൊക്കെ തിരക്കാണ്. ജോമോൾക്ക് ഒരു ടെസ്റ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ചപ്പാത്തിക്കടയും ചിപ്സ് സെൻ്ററൊക്കെ ആയിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിപ്സൊക്കെ ആയിട്ട് നമ്മുടെ മുതലാളി ആത്തിരിപ്പെട്ട്, ഒരു മുതലാളി ആത്തിരിപ്പെട്ട്. ബാക്കിയുള്ള മുതലാളിമാരെന്ത് ചെയ്തു? ഇതൊന്നും നമ്മളോട് ആരോടും പറഞ്ഞില്ല കേട്ടോ. താഴെ മറവലൊക്കെ നടക്കുന്നത്. ലൈവായിട്ട് സാധനം ഉണ്ടാക്കട്ടെ കേട്ടോ. അറിയോ അമ്മ? അറിയോ? ചെറിയല്ലേ? വാ കയ്യെ പിടിക്കാം. മോളെ ആ
പിന്നെ എത്ര പ്രാവശ്യം വീട്ടിൽ വന്നുള്ളതാ? അതല്ലേ അന്ന് ജോമനെ കാണാൻ വരുമ്പോൾ അങ്ങനെ വന്ന് അമ്മച്ചയെ കാണാമോ? ഞാൻ ഇവിടെ തന്നെ നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെ വെട്ടിക്കാട്ട് ഉറപ്പില്ലേ? ആ ആ ഓ ആ ചിപ്സ് എല്ലാം മേടിക്കണം. എന്നാടാ വല്ലതും മേടിക്കണടാ, നിനക്ക് എന്നാ വേണ്ട? ഞാനാ മേടിയില്ലേ, നോക്കി മേടിയില്ലേ. ആ ഞാൻ പഞ്ചായത്തിൽ ഇച്ചടാ പക്ഷെ ഒത്തിരി സന്തോഷം വന്നതിന് കേട്ടോ. ഇവിടെ വന്നതിന് ഒത്തിരി സന്തോഷം. അവൻ്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മോനെ. എന്തോ വെട്ടിക്കാട്ട് പറഞ്ഞു. ശരി അപ്പാ ശരി ശരി. എന്താ പേരിട്ടാക്കണേ? അവൻ്റെ പേര് വിവാൻ. വിവാൻ. ആ യോമോന്റെ തലമുടി എല്ലാം പോയെന്ന്. ആ തലമുടിയെല്ലാം പോയി, തലമുടിയും പോയി, തൊലിയും പോയി, എല്ലാം തൊലിയും പോയി. പ്രായമാകൂല്ലേ, അപ്പൊ തൊലിയൊക്കെ പോയില്ലേ? തൊലി പോണ്ടോന്ന് എങ്ങനെയാന്ന്? എവിടെ തൊലി പോയി? തൊലി പോയെ ദൈവം ആ തലമുടി പോയതാ. ഓരോ എണ്ണയും ഓരോ കൂട്ടം മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? എന്നാണോ പോണെന്ന് പറയുന്നില്ല? ചെറുതി നോക്കിയത് ഇതിലെ ഓരോരുത്തർക്കെല്ലാം ഒത്തിരി മാറ്റങ്ങൾ വരും. സമയം എന്നായി? ആശയില്ലല്ലോ. വായിക്കുവാ. ചപ്പാത്തി വായിച്ചു. പിന്നെ ചപ്പാത്തി ഒക്കെ വായിച്ചല്ലേ? കണ്ണറിയത്തില്ലെന്ന് പറഞ്ഞ വെറുതെ അല്ലേ? കണ്ണറിയത്തില്ലെന്ന് പറഞ്ഞ വെറുതെ അല്ലേ? ചപ്പാത്തി കമ്പനി. പിന്നെ ചിപ്സ് സെന്റർ, പലഹാരക്കട. ഇത് കണ്ടോ? പപ്പടം മേടിച്ചോണ്ട. മിക്സർ ഇവാന്റെ ഇഷ്ടപ്പെട്ട സാധനം. എന്നാ പോകാം. അവർ താമസിക്കുന്ന കാര്യം അതാണ്. വീട് താമസിക്കുന്നതിന്റെ പുറകിലാ. ഇതിന്റെ പുറകില് പള്ളിയാണ്. അത് വേറെ ആളുടെ വീടാ. അത് വേറെ ആളുടെ വീടാ. വേറെ സ്പൂണില്ലെന്ന്. കറക്റ്റ് സ്പൂൺ എടുത്തില്ലേ? ആ സ്പൂൺ നിലത്ത് പോയില്ലേ? അത് ഞാൻ അവിടെ ചെന്ന് അപ്പം പറയാം അവിടെ കറക്റ്റ് സ്പൂണേ ഉള്ളെന്ന്, വേറെ സ്പൂണില്ലെന്ന്. ആണോ? അതെന്നാ പറ്റിയത്? ആ അപ്പാ കോട്ടയം റോഡാണ്. കോട്ടയത്തുനിന്ന് വണ്ടി വരുന്നതാണിത്. ഇത് കുറുപ്പന്തറന്ന് വരുന്ന ഇവിടെ കുറുപ്പന്തറന്ന് വരുന്നു. ഇത് കോട്ടയത്തു നിന്ന് വരുന്നു. നല്ല തിരക്കാണ് റോഡിൽ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. വെള്ളം മുട്ടയ്ക്ക് 4 രൂപ. ഉണ്ടാക്കുന്നു അല്ല, പിന്നെ എന്നാ കറിയൊന്നുമില്ല. പോകാം നമ്മളിപ്പോൾ വരും. ഉടനെ പോവാം. വണ്ടിയിൽ എന്തെങ്കിലും ഒന്ന് എടുക്കണം എന്ന് ചോദിക്കും. വലിയ ഇപ്പോൾ നല്ല ചൂടാല്ലേ? ഐസ്ക്രീം ഭയങ്കര കട്ടിയായതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കാനായിട്ട് അല്ലേ? നമ്മൾ വന്ന വഴിക്ക് തന്നെ പോകും. എന്നാത്തിൻ്റെയാ? ഇത് കുറുപ്പന്തറ കവല. കുറുപ്പന്തറ മാർക്കറ്റൊക്കെ അല്ലേ അപ്പുറത്ത്? കുറുപ്പന്തറ കവലയാണ്. കുറുപ്പന്തറത്തെ പേര് എവിടെ ചെന്നാലും ഉണ്ടല്ലേ? എവിടെ ചെന്നാലും അറിയാം അല്ലേ? പഴയ ഫേമസ് സ്ഥലമല്ലേ കുറുപ്പന്തറ ചന്ത എന്ന് പറഞ്ഞാൽ? പണ്ട് അറിയപ്പെടുന്ന ചന്തയല്ലായിരുന്നോ? എവിടെ നിന്നൊക്കെയാ കച്ചവടക്കാർ ഇവിടെ വന്ന് പച്ചക്കറി മേടിച്ചോണ്ടിരുന്നത്? എല്ലാം ഉള്ള സ്ഥലമായിരുന്നു. പച്ചക്കറി മാർക്കറ്റ് ഭയങ്കര ഫേമസ് അല്ലായിരുന്നോ? ഇതേ കയറി ഞാൻ ഇരുന്നിട്ട് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിരത്തി വെച്ചേക്കണേ? അമ്മയ്ക്കും തിന്നത്തില്ലേ? വീട്ടിൽ കൊണ്ട് പിള്ളേർക്ക് സമയായോ? എന്നാ പോയേക്കാം. ഉള്ള നേരത്തെ വീട്ടിൽ പോകും. മീൻ നോക്കണം. മീൻ നോക്കണം. അതിലേക്ക് ഇച്ചിരി മേടിക്കാം, അല്ല പിന്നെ പറ്റത്തില്ല. കറിയൊന്നുമില്ല. ചക്ക ഉണ്ടാക്കാനുണ്ട് വൈകുന്നേരത്തേക്ക്. നമ്മൾ ചോറൊക്കെ ഇന്ന് ഇവിടുന്ന് കഴിച്ചോണ്ടേ
വൈകുന്നേരത്തേക്കുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ചക്ക ഇച്ചിരി പുഴുങ്ങാം, നാളെ രാവിലത്തേക്കും കൂടെ ആകാം. ചക്കപ്പുഴുക്ക്. എന്നാ പൊക്കോ, മീനുണ്ടോന്ന് നോക്കാം. മീന് ഭയങ്കര വിലയായിരിക്കും. ഇല്ല, വറിക്കണം ജോമോനെ കൊണ്ട്. പോകാം. ആരെ നോക്കി ചിരിച്ചേ? ഈ വണ്ടി ജോമോൻ എന്ന് പറഞ്ഞ ആളുടെയാ. അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നോ? പുതിയൊന്നുമല്ല, പഴയതാ. പുതിയ വണ്ടിയൊന്നും വേണ്ട, ഒരു പഴയ കാറ് മേടിക്കാന്നുണ്ട്. പക്ഷെ ജോമോൻ സമ്മതിക്കത്തില്ലല്ലോ, പിള്ളേരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി. അങ്ങനെയൊന്നും മേടിക്കണ്ടെന്ന് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഇതിനകത്ത് കയറാനൊക്കെ പാടല്ലേ. അപ്പൊ ഞാൻ ജോമോനോട് പറഞ്ഞു ഒരു പഴയ കാറ് മേടിക്കാൻ. ഞാൻ വല്ലയിടത്തും പോക്കൊണ്ടോന്നു. ഇപ്പൊ അമ്മയ്ക്ക് ഇതിനകത്ത് കയറാൻ പാടല്ലേ? പാടാണ്ടോ? പാടാ നീ. അതാ അവിടെ ഓരോ പരിപാടികളൊക്കെ നടത്തുന്നതാ. പോയേക്കാം. ധൃതിയൊന്നും ഇല്ലേ വീട്ടിൽ പോണെന്ന്? വേറെ പേരൊന്നും ഇടാനില്ല ജോമാനെ? കുറുപ്പന്തറയ്ക്ക് വേറെ എന്നാ പേരുള്ള? കുറുപ്പന്തറ നേരത്തെ മുതലുള്ള പേരായി, അത് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. നമ്മള് മാറ്റണ്ട. നമ്മുടെ കുറുപ്പന്തറയാ. നമ്മുടെ അമ്മ വീട്ടിൽ പോണ വഴിയാണ്. എന്താണോ ഇന്ന് അമ്മ സമാധാനത്തിലായിരുന്നു. വീട്ടിൽ പോണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ല അമ്മ. എലിക്കുട്ടി വഴക്കില്ലായിരുന്നു. വഴക്കില്ലായിരുന്നു. അതെന്നാണാവോ? അയ്യോ, എലിക്കുട്ടി. അല്ല, വരൂ ഇപ്പൊ തന്നെ. ഇവിടെ ഒരു കുരുവി ഉണ്ടായിരുന്നു. ജോമോ വന്നില്ല, വരൂ ഇപ്പൊ തന്നെ. പൈസ കൊടുക്കുക. തുണിയെല്ലാം പെരക്കി ഇടണം കേട്ടോ. മനയെ ചെന്ന് കഴിയുമ്പോഴേ ഇറക്കി എടുക്കണം, അല്ലെ ശരിയാ. ആണോ? അല്ല ശരിയാ പറയണത്. 1:30 മീന് ഭയങ്കര വില. ഭയങ്കര വിലയാ. കപ്പലെല്ലാം മീന് കിടന്ന ഒഴുകിയൊക്കെ 250 രൂപയായി. മീനൊന്നും തിന്നണ്ടോ? വെയിറ്റുകളൊക്കെ കൊണ്ടരി. വീടോട്ട് പോകാമല്ലോ. ഇതല്ലേ നമ്മുടെ വീട്? നമ്മുടെ വീടിതാ. ഇതൊന്നും നമ്മുടെ അല്ല. പിന്നെ ഇതൊക്കെ നേരത്തെ ഇവിടെ ഉള്ള പുരോഗമനമാണ്. പുരാതനമായുള്ള വീടല്ലേ നമ്മുടെ വീട്? പുരാതനമായി ഉള്ളതല്ലേ നമ്മുടെ വീട്? പുരാതനമായി ഉള്ളതാണ് നമ്മുടെ വീട്, പുതിയതല്ല ഇത്. അതില്ല, അമ്മ ആരാണ്ട് അവിടെ ഉണ്ട് വളമെന്നാണ് കുറയ്ക്കുന്നത്. അവിടെ പറമ്പിൽ കൂടെ ഉണ്ട് പ്രാണി പോണുണ്ട്. ഇതിൽ ഓന്തോ അറിഞ്ഞ വല്ലതും പോയായിരിക്കും. ഇതിൽ ഓന്തോ അറിഞ്ഞൊക്കെ പോയി കണ്ട് കുറയ്ക്കുന്ന. ഓന്തോ അറിഞ്ഞേക്കില്ല, അറിഞ്ഞ അതൊക്കെ പോണ കാണുമ്പോൾ അവർ കുറയ്ക്കുന്നത്. വീട്ടോട്ട് പോകാനൊന്നുമില്ല, വാ കയറിക്കോ. ഇതാ വീട്. ഇങ്ങോട്ട് പോര്. അമ്മ പറഞ്ഞു ഇത് വേറെ വീടാ, പുരാതനമായ വീടാണ്. ഉടുപ്പൊക്കെ മാറ്റാം. കണ്ടില്ലേ? വീട് കണ്ടിട്ട് മനസ്സിലായില്ലേ? നമ്മുടെ മുറി കൊണ്ട കാണില്ല, അപ്പൊ മനസ്സിലാവുന്ന നോക്കാം. അത്രേ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ അടുത്തല്ലേ. അത് കയറിപ്പോഴാണോ മനസ്സിലായി? ഇതല്ലേ അമ്മയുടെ വീട്? പോയാ മതി അങ്ങോട്ടല്ലേ. എങ്ങോട്ട്? ഇതാ അമ്മയുടെ വീട്. ആകെയുള്ള വീടോ? നമുക്കൊരു വീടല്ലേ ഉള്ളൂ. ഞങ്ങൾക്കൊരു വീടേ ഉള്ളൂ. ഞങ്ങൾക്കൊരു വീടുള്ളതായിട്ട് വീടൊക്കെ മേടിച്ചിട്ട് ആളെ കാശൊക്കെ ഉണ്ടോ? എന്ന് എലിക്കുട്ടി പറയണേ. ഒരു വീടേ ഉള്ളൂ കേട്ടാ. അമ്മ പറഞ്ഞ ഇത് പുരാതനമായ വീടാ. ജോമോൻ താമസിക്കുന്ന വീടാ ഇത്. പിന്നെ ഏത് വീട്ടിലാ അമ്മ? ഇവിടെയാ. പിന്നെ അമ്മ ഏത് വീടാണോ ഉദ്ദേശിക്കുന്നത്? അമ്മ 2 സ്ഥലത്ത് കേറിയത് കൊണ്ടേ വീടെത്തിയില്ലെന്നുള്ള തോന്നലായിരിക്കും. തുണിയൊക്കെ വെയിലത്തിടാനുണ്ട്. അമ്മക്ക് ഡ്രസ് മാറാം, ഞാനും മാറട്ടെ. പൊക്കോന്നെങ്കിൽ തുണിയൊക്കെ മാറിയോ? നൈറ്റിയൊക്കെ മാറിയോന്ന്? ഉടുപ്പൊക്കെ മാറിയോന്ന്? പിന്നെ ഒന്നും ചെയ്യാനില്ല.
നീ കിടന്നോ? കിടക്കണമെങ്കിൽ ഏ കിടക്കുന്നുണ്ടെങ്കിൽ കിടന്നോളെ. നമ്മുടെ വീട് ഇവിടെയല്ലേ? ആ നമ്മുടെ വീട് ഇതാ. അമ്മ ഇവിടെയുണ്ടോ? പിന്നെ അമ്മയിലേ ഇരിക്കുന്നേ. എവിടെ? ദേ ഇരിക്കുന്നു. ചാച്ചനും അമ്മയൊക്കെ? ആ ചാച്ചനൊന്നുമില്ല, അമ്മയേ ഉള്ളൂ. അമ്മ വേണ്ട ഇരിപ്പുണ്ട്. അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. പെണ്ണുങ്ങളുണ്ട്, പെൺപിള്ളേരുണ്ടോ? പെൺപിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വണ്ണിലെ കണ്ടില്ലേ? എവിടെയാ അമ്മ? അമ്മയായി ഇരിക്കുന്നത്. ഇതാണ് അമ്മ. ഈ നടന്നു വരുന്നതാണ് അമ്മ. വേറെ അമ്മമാരൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഉള്ള കുഞ്ഞമ്മയേ ഉള്ളൂ, ജോമോളമ്മ. ഇത് പുറകിലല്ല, മുമ്പിൽ കാണുന്നത്. നീ നേരെ നിൽക്കുന്നത്. ആ പിള്ളേരാണ്ട് ഇപ്പം നമ്മൾ പിള്ളേരാണ് പോയിട്ടില്ല. ഒരു ഉള്ള പിള്ളേരെ ഇവിടെ ഉള്ളൂ. അവൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ട് വന്നല്ലേ. വിവാനെ കൊണ്ടല്ലേ നമ്മളിപ്പോൾ പോയിട്ട് വന്നത്. വിവീന കോളേജിലല്ലേ? ഇല്ല വിവീന കോളേജിൽ. അവൾക്കിപ്പോൾ സങ്കടമായിരിക്കും. ആ വിവാൻ ഇവിടെയുണ്ട്. പള്ളിക്കൂടത്തിൽ വിവീന മാത്രമേ പോയിട്ടുള്ളൂ. വിവീന വിവാൻ ഇല്ലല്ലോ, ക്ലാസ് തുടങ്ങിയില്ല. എവിടെയാ? വീടിന്റെ അവിടെയൊക്കെ കഴിയുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയി. നീ ദൂരെ ദൂരെ പോണം. നമുക്ക് എന്നാ കിടക്കാം ഇച്ചിരി നേരം. ക്ഷീണമൊന്നും ഇല്ലേ? എനിക്കാണെങ്കിൽ കണ്ണ് തൂങ്ങുക. എന്നാ നമുക്ക് കിടക്കാം. ഇച്ചിരി നേരം കിടക്കാം. എന്നിട്ട് പശുവിനെ കറക്കാം. കിടന്നോട്ടാ. വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഒന്നും ഒരു വിഷമവും ഇല്ല. വീട്ടിൽ ചെന്ന് നമ്മളിപ്പം നമ്മൾ ഇച്ചിരി നേരം ഇവിടെ കിടക്കുക, കിടന്നിട്ട് ഉറങ്ങുക. ഇച്ചിരി നേരം മയങ്ങുക. കൊണ്ടുപോകണം. പെട്ടിയും കെട്ടിലൊക്കെ എടുത്തോണ്ട് പോകണം. ആ ചെരുപ്പാണ് മാറ്റിക്കോളാൻ പറയാം. അത് തന്നെ ഊരട്ടെ. അത് എടുത്തുകൊണ്ട് നടക്കുവാന്ന്. ഇപ്പൊ ഞാൻ നേരത്തെ തട്ടിന്റെ മേളിൽ വെച്ചിട്ട് കൈ എത്തിയല്ലോ. അതുകൊണ്ട് അമ്മയുടെ കൈക്ക് കിട്ടിയോടുകൂടി അമ്മ അത് ഓരോ സ്ഥലം വഴി കൊണ്ട് നടക്കുക. അവിടെ കൊണ്ട് തേച്ച് കഴുകി കഴിഞ്ഞ ദിവസം. കുഴപ്പമില്ല. ആണോ? ആണോ? പെയിന്റ് അടിക്കാൻ പറഞ്ഞോ മോനോട്? പോളിഷ് ചെയ്യാൻ പറ. ഉവ്വയോ? ചോമോനല്ല, ഒരു വകയാണ്. എന്നാ ടോമി മോനോട് പറ. സാബു മോനോട് പറ ഇവിടെ വരുമ്പോ എന്റെ പെട്ടി ഒന്ന് പോളിഷ് ചെയ്ത് തരാൻ പറയുവോ? അതെല്ലാം ചെയ്യേണ്ടതാ. നമ്മ പറഞ്ഞ് ചെയ്യിപ്പിക്ക്. എന്ത് പറയണ? ചെയ്യണമെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ വേണം. വലിയ പണിയൊന്നും ഇല്ലാത്ത. അതല്ലേ കുഴപ്പം. കിടക്കുന്നില്ല. ഇവിടെ ആരാ ഉള്ളേ? ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. പെണ്ണുങ്ങൾ? ഞാനല്ലേ, ഞാൻ പോരെ. ഇവിടെ പെണ്ണുങ്ങൾ വേറെ ഇല്ലേ? ഞാനുണ്ടെന്നേ. ഇവിടെ ഞങ്ങൾ വരുമ്പോ ഇവിടെ ഇല്ലേ? ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ വന്നത്. നമ്മള് രണ്ടുപേരും കൂടി അല്ലേ വന്നത്. ഇവിടെ ആൾക്കാരില്ല, വേറെ ഇല്ല. ഇത്രയും പേരേ ഉള്ളൂ. കിടന്നോ പോയിട്ട് വന്നല്ലേ. ഐസ്ക്രീം അവിടെ സ്പൂൺ താഴെ പോയില്ലായിരുന്നു, നമുക്ക് തിന്നാൻ പറ്റിയില്ല. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരിക്കേ. കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇരി, ഇവിടെ ഇരി, ഇവിടെ ഇരി. നല്ലതല്ലേ? നല്ലതാണോ? മധുരമില്ലേ? എന്താ പുളിയാണോ കയ്പാണോ? ഇല്ല, കയ്പൊന്നും. എന്നാ പിടിച്ചോ. കൊണ്ടുപോക്കോ. അല്ല, ഇത് മുഴുവൻ അമ്മയ്ക്ക് തിന്നാനാ. ഞങ്ങക്ക് വേണ്ട. ഇല്ല, ഞങ്ങക്ക് വേണ്ട. പിള്ളേർക്കൊന്നും തിന്നിയല്ല. വിവാൻ തിന്നിയല്ല. വിവീന ഇവിടെ ഇല്ല. എന്നാ അമ്മയ്ക്കുള്ളതാ. എന്നാ പിടിക്കേ. അതേ നീ അവന് വേണ്ടെന്ന് പറഞ്ഞു. അവൻ തിന്ന്. ഒരുപാട് കഴിച്ചു. പിന്നെ ഐസ്ക്രീമോ? അത് എവിടുന്ന്? ആരാ മേടിച്ചു കൊടുത്തേ? മൂടി വെച്ചേ. അടപ്പ് ഒന്നും ഇരിക്കത്തില്ല. അതുകൊണ്ട് ആ വക്ക ഇരിക്കുന്നത് കൊണ്ട് എടുത്തേ. വക്ക ഇരിക്കുന്നേ അതുകൊണ്ട് എടുത്ത്. കൊച്ചുങ്ങളുടെ കാര്യമില്ല. കൊച്ചുങ്ങളാ തിന്നുന്നത്. ഇച്ചിരി വെള്ളം ഇങ്ങോട്ടാ, ഞാൻ കോരി തരാം. ഇത് നടക്കിയല്ല, കോരിച്ചൊന്നും. അത്രയും കൊടുത്താ പോവോ? കളയല്ലേ? അത് വായിലോട്ട് അത്രയും കയറാം. ഭയങ്കര തണുപ്പാണ് കണ്ടോ. അതാ ഇച്ചിരി ഇച്ചിരി കൊടുക്കാം. കുറേശ്ശെ കൊടുക്കാം. പിന്നെ ഐസല്ലേ വേണം. ചുമ്മാ പറയണ നീ. അത് ഒറ്റയടിക്ക് കൊടുക്കാതെ മെഴുകട്ടെ. അമ്മ കഴിക്കട്ടെ. അതിന് എന്നെ നിന്ന് ഉണങ്ങി ഇറങ്ങാനുള്ളതല്ലേ ഉള്ളൂ. ചുമ്മാ കട്ടിയുള്ള സാധനം അല്ലല്ലോ. അല്ല അമ്മ പറ, ചുമ്മാ ഇറങ്ങി പൊക്കോളിയല്ലേ.
ചുമ്മാ ഇറങ്ങിപ്പോക്കോളിയല്ലേ. ഇത് ഇങ്ങനെ ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല. ആ അങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ അവിടെ എല്ലാം വരയ്ക്കുക. എവിടെ എവിടെയാ വരയ്ക്കണത്? ആമാശയ എന്നാ ഓരോ സ്ഥലത്ത് ആണ്ടെ, എന്നാ, എന്നാ, എന്നാ. ആമാശയം മുതൽ അവന് വരയ്ക്കണം. വേണ്ടെന്ന്. അവൻ കഴിക്കല. അവന്റെ ബർത്ത്ഡേയുടെ ആണ് കേട്ടോ. അമ്മയ്ക്ക് മേടിച്ചു തന്നാ കേട്ടോ. കേട്ടോ. അമ്മയ്ക്കേ അവന്റെ ബർത്ത്ഡേക്ക് മേടിച്ചു തന്നതാ. ചെന്നാ ഇന്നാണോ കൊടുത്തതാ? ആ ചോദിച്ച എത്ര വയസ്സായെന്ന്. മഴേ കാക്കക്കുഞ്ഞു വിളിക്കുന്നു. നമ്മുടെ വീട്ടിലായിരിക്കും. അവനറിയാം. പിന്നെ അവനറിയാൻ മേലെ. ആൾക്ക് അറിയത്തില്ല. എല്ലാവർക്കും നന്ദി പറയണം. ഏ ശരിക്കായിട്ടില്ലേ മതി വേണേ. ഇല്ല, തീർന്ന്. ഇച്ചിരി കൂടെ ഉള്ളു, തീർന്നു. അവനറിയാൻ മേലെ ആര് പറഞ്ഞു? അത് അമ്മ ചോദിക്കാം അവനോട്. എത്ര വയസ്സായെന്ന് ചോദിച്ചു. 18 വയസ്സായി. 18 വയസ്സ്. 18 വയസ്സായിരുന്നു ആർക്കാ? അവന്. 18 വയസ്സ് വലിയ കൂടുതലാണ്. എന്നാ കൂടുതലല്ലേ പഠിക്കേണ്ട പ്രായം. പഠിക്കേണ്ട പ്രായ. ഇന്ന് ബർത്ത്ഡേ അല്ല ഞാൻ. ഇത്രേ ഉള്ളു സാധനം, തീർന്നു. പഠിച്ച് തോക്കാതെ ജയിക്കണം. മതി പറ്റി. തീർന്നു. ഞാൻ പഠിച്ചു. ഒച്ച കേട്ടോ. ഞാൻ കൊടുത്താൽ മതി, അമ്മ പഠിച്ചോളൂ. ഇനി ഇല്ല പഠിക്കാൻ. ഇനി അമ്മയെ പഠിച്ചാലൊന്നും കിട്ടിയല്ല. എന്നാ ഇതും കൂടെ ഉണ്ട്, തിന്നോ. നാളെ വിവീന ഇതുപോലത്തെ അല്ലേ മേടിച്ചോണ്ടോ കൊടുത്തേ. സ്ട്രോബെറി. എല്ലാവരുടെ കൈ പിടിച്ചേക്കണം. ആ തുണിയൊക്കെ ഉണങ്ങിയല്ലേ? തുണി പെട്ടല്ലേ. വെയില് പോയി, രാവിലത്തെ മഴ കഴിഞ്ഞ്. ഇവിടെയാണെങ്കിൽ തുണി ഇറക്കിയിട്ട് ഇടാനുള്ള സൗകര്യവും ഇല്ല. രണ്ടഴ കെട്ടാനുള്ള സൗകര്യമേ ഉള്ളൂ. അതുകൊണ്ട് തുണിയെല്ലാം നനഞ്ഞു കിടക്കുക. തുണി എല്ലാം നനഞ്ഞു കിടക്കുവാന്ന്, ഉണങ്ങിയിട്ടില്ലെന്ന്. വെയിലത്തിടാൻ വെയിൽ തെളിഞ്ഞിട്ടില്ല. മഴ തന്നെയല്ലേ ഒരാഴ്ചയായിട്ട്. കാറ്റിന് ചൂടുണ്ടായിരുന്നൊക്കെയാണ് വെള്ളം പഞ്ഞു വരും. അതിന് മഴ പെയ്ത കാറ്റ് എവിടുന്ന് വരാനാ? ചൂടുള്ള കാറ്റ് എവിടുന്ന് വരും? വെയിൽ കിട്ടുകയും ചെയ്യണം. ഇനിയിപ്പോ ഇട്ട് ചിലപ്പോ അകത്തോട്ട് കയറുന്ന സമയത്തായിരിക്കും മഴ പെയ്ത് അങ്ങ് നനഞ്ഞു പോകും. പുറത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാല് കൊണ്ടെല്ലാം 2 കൊന്തയും കൂടെ കെട്ട് വീണോ? തീരെ അഴുക്കാം. ഇല്ലല്ലോ ഇത്. അത് കേട്ട് വേണം. ഒരെണ്ണം കഴിച്ചാടാൻ പറ്റില്ല, രണ്ടും കൂടെ അയച്ചു നടക്കണം. ഇത് കെട്ട് വീണ് പോയിട്ടായിരിക്കും. ഈ കെട്ടടിക്കല് ഭയങ്കര പാടാ. ഇത് സമയം എത്രയല്ലേ? കൊച്ചവിടെ ഉണ്ട്, പുറത്തുണ്ട്. കഴുത്തലിട്, കഴുത്തലിട്. അല്ലെ പിന്നെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവും. കഴുത്തലിട് എലിക്കുട്ടി, കഴുത്തലിട്. മറക്കൊന്നുമില്ല. ആര് പറഞ്ഞു? ഞാനൊന്നും മറക്കുകയല്ല. വൈകിട്ട് കഴുത്തലിട്ടുണ്ടാകുന്ന ഒരു കൊന്ത നിത്യം ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മറക്കുകയല്ല. സ്കൂട്ടറിന്റെ വല്ലതും പോയായിരിക്കും. എന്നാ അതെന്നോ മഴ വരുവാണല്ലോ. തുണി ഇട്ടതൊന്നും ഉണങ്ങി കിട്ടി. കാറ്റിറങ്ങി പോകണം. ആഹാ, പുതിയ ട്യൂബ് ടയർ മാറിയിട്ടും കാറ്റിറങ്ങി പോകണം. എങ്ങോട്ട് പോകുന്നു? മൊത്തം ഇറങ്ങി പോകണം. അതതിൻ്റെ പിന്നെ നോക്കി, ഇതിനകത്ത് പിന്നുണ്ടോ നോക്കി. ആ കുത്തുന്ന അതിനകത്ത് അത് പോയാ പിന്നെ എന്നാ കണ്ടമാനം കുത്തിക്കയറ്റി വെച്ചിട്ടാ നോക്കിയല്ലോ ഒന്ന്. എന്നിട്ട് കിടന്ന് വേളം ഉണ്ടാക്കും. അങ്ങോട്ട് കുത്തിക്കയറ്റി വെച്ച് അത് അതിൻ്റെ അറ്റത്ത് അത് കാറ്റ് പോകാതെ വയ്ക്കുന്ന സാധനം. അത് മഴ എവിടെ കൂടെ നടക്കുക. വൈകുന്നേരം അമ്മമാർ കാണാം. മഴ അടുത്ത് വരുന്നുണ്ട്, അടുത്ത മഴ വരുന്നുണ്ട്. തുണി ഉണക്കാനിട്ടിരിക്കുന്നേ. മഴ പെയ്യുമ്പോൾ നോക്കാനിരിക്കാവോന്ന്. മഴ പെയ്യുന്ന പൊക്കത്തിലിട്ട് അഴയിലിട്ട്. ഇടണമെന്നേ, അതല്ല പറഞ്ഞേ. അതിന് അമ്മ പോയി നോക്കിയിരിക്കാവെന്ന് ചോദിച്ചു. അത് ഇട്ടിട്ടുള്ളവർക്ക് അറിയത്തില്ല. ഇട്ടിട്ടുള്ളവർക്ക് അറിയത്തില്ല. നോക്കി ചെയ്യണം. എല്ലാവരോടും പറഞ്ഞ് അതിന് ചെയ്യാൻ പറ്റും. അതന്നെ. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം. എല്ലാത്തിനും ഒരാൾ കാണിയല്ല പറയാൻ. അതന്നെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.